ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ നടാനുണ്ട്. നമ്മളുടെ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിൽ പച്ചക്കറിയൊക്കെ നടാനുണ്ട്. കൂടാതെ ഒരു ചെറിയ ഷോപ്പിംഗും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ദാ നമ്മുടെ ഗ്ലാസ് ജാറിൽ ഞാൻ തലേദിവസം തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് വന്നതേ അങ്ങ് കുടിക്കും കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അപ്പം മുട്ട അങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ട് പാത്രമൊക്കെ തേച്ചിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ടാണ്. കുറച്ച് പാത്രം തേക്കാനുള്ളൂ. രാത്രിയിൽ പാത്രം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്രമൊക്കെ തേച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യാനായിട്ട് രാവിലെ കുളിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ തലയൊന്ന് കഴുകാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് തിളയ്ക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ചരിയും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കും. ഈ വെള്ളം അവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ദാ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് പതുക്കെ തിളയ്ക്കട്ടെ. നമുക്ക് കുടിവെള്ളത്തിലിടാനായിട്ട് കുറച്ച് തുളസിയില പോയി പറിക്കാം. അപ്പം നല്ല ഇരുട്ടാണ് കേട്ടോ. ഞാൻ ലൈറ്റൊക്കെ തെളിച്ചാണ് പോയി പറിച്ചത്. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ തുളസിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് കുടിവെള്ളം അങ്ങ് അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ ഓറഞ്ചിൻ്റെ വെള്ളം തിളച്ച് ഞാൻ ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണയൊന്നെടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ് കേട്ടോ. നമുക്ക് ഒന്ന് മസാജ് ചെയ്യാനും നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളവർ, അതായത് മുടി നല്ല പരുവരാന്നിരിക്കുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ബെസ്റ്റായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത് കേട്ടോ. പച്ചരിയും ഓറഞ്ചിൻ്റെ പീലും വെച്ചിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ തലമുടി കഴിയുമ്പോഴത്തേക്കും തലമുടി നല്ല തിളക്കം കിട്ടുന്ന പോലെ തോന്നുന്നു. അങ്ങനത്തെ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് കാപ്പിക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചപ്പാത്തിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റേഷൻ്റെ ഗോതമ്പൊടിയായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സാധാ നോർമൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ടൗൺ വരെ ഒന്ന് പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് വരണം. അതവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത് പോയി എടുത്തുകൊണ്ട് വരണം. ഓട്ടോയ്ക്കാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഗ്യാസ് ഊറ്റി തീർന്നിട്ടില്ല, നമ്മൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എടുത്തു വെക്കുവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പം അതെടുത്തുകൊണ്ട് വരണം. പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തി ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവോളയ്ക്കുള്ളതല്ല, മുട്ടക്കറിക്കുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ സവോള എടുക്കുന്നുണ്ട്, 2 സവോള എടുക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് നല്ലതായിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഞാൻ കൊണ്ടുപോയി നമ്മുടെ മുരിങ്ങയുടെ ചുവട്ടിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി നട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടി ഇടുന്നു. നിലത്താണ് നട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എലിയൊക്കെ വന്ന് മാന്തിക്കളയേ. ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് പെരുംജീരകം ഇട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളി ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ട്രൈപോഡിൻ്റെ മുകളിലത്തെ ഒരു സംഭവം കുറച്ച് പൊട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം മുകളിൽ ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് മാത്രമായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് കാരണം ഇപ്പോൾ ട്രൈപോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ട്രൈപോഡാണ്. അപ്പോൾ ആ മൂലക്കായിട്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ ട്രൈപോഡാണ്. അപ്പോൾ അത് ആ സവോളയൊക്കെ അവിടെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാര്യം പറഞ്ഞ് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ആ വീഡിയോ പോസായിരുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. മുട്ടക്കറിയുടെ മസാല ഇടുന്ന വീഡിയോ ഒക്കെ കാര്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് വീഡിയോ പോസായിരുന്നു. അത് കാരണം ആ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചാണ് കേട്ടോ നിവാങ്കുഞ്ഞിനുള്ളത് ചുട്ടെടുക്കുന്നത്. ഇത് ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു പാനാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞു. മുട്ടക്കറിയൊക്കെ റെഡിയായി. നിവാങ്കുഞ്ഞും ഞാനും കൂടെ കാപ്പി കുടിക്കാൻ തുടങ്ങുവാണേ. നിവാങ്കുഞ്ഞിനുള്ള മുട്ട പുഴുങ്ങിയത് അവൻ്റെ പാത്രത്തിൽ വെറുതെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കറിയിലിട്ട് കൊടുത്താലാണെങ്കിൽ അവൻ കഴിക്കും. അത് കാരണം പാത്രത്തിൽ ഞാൻ ഇച്ചിരിച്ച് വാരി കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ആ പാലിനകത്ത് സ്പൂണിട്ട് കളിച്ച് കുറച്ച് പാല് നിലത്ത് ചാടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്ന് ഒരു മുറി ചപ്പാത്തി കഴിച്ചു കേട്ടോ. പിന്നെ മുട്ടയുടെ കുറച്ചും കഴിച്ചു. പിന്നെ എനിക്ക് വയറ് നിറഞ്ഞില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ബാക്കി ഇരുന്ന ചപ്പാത്തി
ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു കുറുക്ക് പോലെ ആക്കിയെടുത്തു കേട്ടോ. ഇങ്ങനെ കുറുക്കാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവൻ കുറച്ച് അധികം കഴിക്കും. അപ്പോൾ അത് ആ കുറുക്ക് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അവൻ സൈക്കിളൊക്കെ രാവിലെ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടാറുണ്ട്. അപ്പോൾ ആ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഇത് കുറേശ്ശെ അങ്ങ് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. 11 മണിക്ക് കുടിക്കാനായിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ അത് ബാഗിലേക്ക് വെക്കുന്ന സമയത്ത് ആൾ കണ്ടുപിടിച്ചു. പിന്നെ സ്ട്രോയൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോയി അതിരുന്ന് കുടിക്കുവാണേ. കുറച്ച് കുടിച്ചു, ബാക്കി ഞാൻ അങ്കൻവാടിയിലേക്ക് കൊടുത്തു വിട്ടു കേട്ടോ. ഏതാ അങ്ങനെ നിവാങ്കുഞ്ഞിനെ അങ്കൻവാടിയിലൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ആ ജ്യൂസ് അടിച്ച ഓറഞ്ചിൻ്റെ തൊലി ഒന്നെടുത്ത് ഞാൻ ഉണങ്ങാൻ വെക്കുന്നുണ്ട്. അത് പൊടിച്ചിട്ട് നമുക്ക് വല്ല ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റൂമൊക്കെ ഒന്ന് പെരയ്ക്കകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് മുട്ടത്തിന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഗ്യാസ് ഊറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചെടി നനയ്ക്കാനുണ്ട്, മുറ്റം അടിച്ചു വാരാനുണ്ട്. കുറച്ച് രാവിലെ അടിച്ചു വാരിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് അടിച്ചു വാരി. നിവാങ്കുഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വണ്ടി കഴുക്കും, പിന്നെ കുറച്ച് വെള്ളത്തിൽ കളിക്കും, പിന്നെ കുറച്ച് ചെടിക്ക് ഒഴിക്കും. അങ്ങനെ അതിലൂടെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കണ്ണ് എത്തും. അത് കാരണം ഞാൻ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ നിർത്തിയേക്കുവാണ്. പിന്നെ ഞങ്ങൾ ചെടി നനയ്ക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ നമ്മളുടെ പച്ചക്കറിയൊക്കെ മുളച്ച് ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മുരിങ്ങയ്ക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ നല്ല തളർത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞ് അവൻ്റെ വക വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് ജോലികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. കറി വെക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ പയ്യെ ചെയ്യാം. രാവിലെ ചോറ് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ചോറ് ഇരിപ്പുണ്ട്, ഇനി കറിയൊക്കെ വെക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ മെഷീനിലിട്ട് അലക്കിയ കുറച്ച് തുണികൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഊരിപ്പിഴിഞ്ഞിടണം. അങ്ങനെ ഞാൻ നിവാങ്കുഞ്ഞും കൂടെ തുണി ഊരിപ്പിഴിയാനായിട്ട് പോയിട്ടോ. അങ്ങനെ തുണിയൊക്കെ ഊരിപ്പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ആ പച്ചക്കറി ബാസ്ക്കറ്റിനകത്തൊക്കെ ഇത് ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറി ബാസ്ക്കറ്റിനകത്ത് ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കിൻ്റെ പീസ് ഇട്ടിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ വളമൊക്കെ ഇട്ട് കൊടുക്കാം. വളം ഇരിപ്പുണ്ട്. ചാണകം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ പച്ചക്കറി വിത്തുകൾ കുറച്ചിരിപ്പില്ലേ, അത് നമുക്ക് ഈ ബാസ്ക്കറ്റിനകത്ത് പാകാവേ. ഈ ബാസ്ക്കറ്റിന് അത്യാവശ്യം മണ്ണ്, നല്ല ഒരു വെയിറ്റിന് മണ്ണ് കൊള്ളും. പിന്നെ വളവും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മുളച്ചോളും കേട്ടോ. അങ്ങനെ നമ്മൾ മണ്ണെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു പഴയ നെയിൽ പോളിഷിൻ്റെ കുപ്പി കിട്ടി. എൻ്റെ പഴയ ഒരു നെയിൽ പോളിഷിൻ്റെ കുപ്പി കിട്ടി കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മണ്ണൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഒന്ന് അടുക്കി വെച്ചിട്ട് വിത്ത് പാകാം നമുക്ക്. പിന്നെ ഈ വിത്ത് പാകിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കരിയിലയോ അല്ലെങ്കിൽ പച്ചിലയോ, ഏറ്റവും നല്ലത് കിളിഞ്ഞിലിൻ്റെ ഇലയാണ് കേട്ടോ, അത് നല്ല വളമാണ്. ഒന്നെങ്കിൽ കിളിഞ്ഞിലിൻ്റെ ഇല ഇടാം, അല്ലെങ്കിൽ നമ്മൾ അടിച്ച് വാരിയിടുന്ന കരിയിലയൊക്കെ അതിൻ്റെ പൊക്കത്ത് ഒന്ന് ഒരു മറ പോലെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വെയിൽ ഒരുപാടൊക്കെ അടിക്കുമ്പോഴത്തേക്കും അതിന് വിത്തിന് കേടാണ്. അപ്പോൾ അത് ആ വളം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണേ. എൻ്റെ ഉടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. മണ്ണെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മണ്ണും പറ്റി, പിന്നെ അതിൽ വെള്ളവും ചാടിയപ്പോഴത്തേക്കും അതിങ്ങനെ ചെളി പറ്റിയതാണ് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഈ മണ്ണ് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിത്ത് പാകാം കേട്ടോ. വിത്ത് ഞാൻ പാകിയിട്ടുണ്ട്, മുളച്ചിട്ടില്ല ഇതുവരെ. പിന്നെ വിത്ത് പാകിക്കഴിഞ്ഞിട്ട് നമ്മുടെ കരിയിലയോ അല്ലെങ്കിൽ കിളിഞ്ഞിലിൻ്റെ ചീമക്കൊന്നാന്നൊക്കെ പറയും, അതിൻ്റെ ഇലകൾ മുകളിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. പിന്നെ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്. നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അതിന് നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കണം. പച്ചക്കറി വിത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വഴുതനങ്ങയാണ് പാകിയേക്കുന്നത്.
അതെ വഴുതനങ്ങയാണ്, പിന്നെ മുളകുണ്ട്, ചീരയുണ്ട്, എല്ലാം പാകിയിട്ടുണ്ട്. പിന്നെ 2 കോവലിൻ്റെ തണ്ടും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കമല ചേച്ചി തന്നെയാണ്. കോവലിൻ്റെ തണ്ടും കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. പയറൊക്കെ അവിടെ സുഖമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.